ബീഹാർ നാളെ പോളിംഗ് ബൂത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് 121 മണ്ഡലങ്ങളിൽ. ബീഹാറിൽ നിന്ന് നിശബ്ദ പ്രചാരണം. അതേസമയം വോട്ടുകൾ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കാണും. കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടേക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, നാളെ ബീഹാറിൽ ജനങ്ങൾ വിധി എഴുതാൻ ഒരുങ്ങുകയാണ്. പോളിംഗ് ബൂത്തിൽ അടക്കം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കാണുമോ? ആവേശകരമായ പ്രചരണത്തിനും അതോടൊപ്പം തന്നെ വാഗ്വാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ശേഷം ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത്. വലിയ ആവേശത്തിലാണ് ഇന്ത്യ മുന്നണി, അതോടൊപ്പം തന്നെ NDAയും ഉള്ളത്. എന്തായാലും നിതീഷ് കുമാർ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പ്രചരണവുമായി രംഗത്തുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ ശക്തമായി തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തന്നെ ശക്തമായ രീതിയിൽ തന്നെ പ്രചരണത്തിന് ഇറങ്ങുന്നതെല്ലാം തന്നെ കണ്ടു. എന്തായാലും വലിയ ആവശ്യത്തിൽ ഇന്ത്യ സഖ്യം, അതോടൊപ്പം തന്നെ NDAയും പ്രചരണത്തിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് വലിയ പ്രതീക്ഷയോടെ തന്നെ എത്തുന്നതെന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഇന്ത്യ സഖ്യത്തിന് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും രാഹുൽ ഗാന്ധി ഇറങ്ങിയപ്പോൾ NDAയ്ക്കായി മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെക്കാളും റാലികളിൽ നിറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ 2 പതിറ്റാണ്ടുകാലം ബീഹാർ ഭരിച്ച നിതീഷ് കുമാറിനെതിരായ ഭരണവിരുദ്ധ വികാരം ഒരു അനുകൂലമാക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം ഉള്ളതെന്നാണ് പറയേണ്ടത്. കൂടാതെ ഭരണ മികവ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഭരണത്തിൻ്റെ മികവെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നേട്ടങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് വരാമെന്ന പ്രതീക്ഷയിലാണ് NDA എന്നതാണ് പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ശക്തമായ പ്രചാരണങ്ങളും വാഗ്വാദങ്ങളെല്ലാം തന്നെ ഈ പ്രചരണ ഘട്ടത്തിലെല്ലാം തന്നെ കണ്ടിരുന്നു. പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രചരണം തന്നെയായിരുന്നു ബീഹാറിൽ നടന്നത്. കൂടാതെ വോട്ടുകളുടെ ആരോപണമെല്ലാം തന്നെ ശക്തമായി തന്നെ ഉന്നയിച്ചൊരു സാഹചര്യം ഇതെല്ലാം തന്നെ ഉണ്ട് എന്നതാണ്. ഇതെല്ലാം തന്നെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അതോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കം നടക്കും. കൂടാതെ വലിയ സുരക്ഷയാണ് ഈ പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പറയേണ്ട മറ്റൊരു കാര്യം. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം, ഇന്ന് രാഹുൽ ഗാന്ധി വോട്ടുകളുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പുതിയ വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ വരുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ BJP അനുകൂല വോട്ടുകൾ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ന അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. കൂടാതെ രണ്ടാം വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു എന്ന കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഈ തെളിവുകൾ നിരത്തി കാണിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ വലിയ ആഘാതങ്ങളിലേക്ക് ഇതെല്ലാം തന്നെ പോയി എന്നതാണ് പറയേണ്ടത്. രാഷ്ട്രീയപരമായി തന്നെ ഇത് വലിയ രീതിയിൽ തന്നെ ഉയർത്തിക്കാട്ടാനായി കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും കഴിഞ്ഞു എന്നതാണ് പറയേണ്ടത്. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ ആരോപണങ്ങൾ, വോട്ടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ന് ഈ രീതിയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടേക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആദ്യ ഘട്ടത്തിൽ 121 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. ശരി, ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് 121 മണ്ഡലങ്ങളിലാണ് നടക്കുക. ബീഹാറിൽ നിന്ന് നിശബ്ദ പ്രചാരണമാണ്. അതേസമയം വോട്ടുകൾ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കാണാനുമുള്ള സാധ്യതകളും എല്ലാം ഉണ്ട്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.